ഹലോ ഫ്രണ്ട്സ്, ഈ രണ്ട് പൂച്ചക്കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യുക? ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം മതി. അങ്ങനെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുന്നു, മടക്കുന്നു, വെട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ വെട്ടലും മടക്കലും കുറച്ച് അധികമാണെന്ന് മാത്രം. അധികമൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. ഞാൻ കാണിക്കണ പോലെ വെട്ടുക. ആ ഒരു A4 ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. കുറേ കാലമായിരിക്കണം അങ്ങനത്തെ വെട്ടലും ഒട്ടിക്കലും എല്ലാം. പണ്ടെങ്ങാനോ വാങ്ങിച്ച് വെച്ച് പെൻസിലും ക്രയോൺസൊക്കെയാണ് ചുറ്റുമിരിക്കുന്നത്. എന്തായാലും എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയൊരു ചെറിയൊരു പോർഷൻ കൂടി വേണം കേട്ടോ, ഒരു പീസും കൂടി വേണം. ഈ ഗ്യാപ്പിൻ്റെ അളവിലുള്ള ഒരു പീസ് എടുക്കുക. പിന്നെ ആ മൊത്തം പേപ്പറിൻ്റെ അളവിലൊരു പേപ്പർ എടുക്കുക. അത് കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത പുതിയ പുതിയ ഐഡിയാസൊക്കെ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും ചെയ്യണം, കമൻറ്റും വേണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അതുപോലെ നമുക്കങ്ങനെ 3 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഏറ്റവും കവർ ചെയ്യാനുള്ള പോർഷൻ ഏറ്റവും വലുതെടുത്തു അതിൻ്റെ സൈഡ് മൊത്തം വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചെറിയ പീസില്ലേ, ഈ ചെറിയ അളവ് വെട്ടിയെടുത്തില്ല ഉള്ളിലുള്ള അളവിന്, അതും എടുക്കുക. എന്നിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഫ്രെയിം പോലെയുള്ളതിന് മേലേക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് തന്നെ നമുക്ക് അങ്ങോട്ട് വലിക്കാൻ വേണ്ടി, അത് ഇടയിലൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് സ്മൂത്തായിട്ട് പോകണം. ഇനി നമുക്ക് നമ്മുടെ 2 പൂച്ചക്കുട്ടന്മാരിനെ എടുത്തിട്ട് ഇതിലോട്ട് ഒട്ടിച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഈ പേപ്പറിൻ്റെ അളവൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. നമ്മളെടുക്കണ ഈ കാർട്ടൂണിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഫ്രെയിമും എടുക്കുക. പിന്നെ നമുക്ക് അവിടെ ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വള്ളിയും പുള്ളിയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താ അറിയുന്ന പോലെ അതും വരച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡയറി മിൽക്ക് വാങ്ങുന്നു, ചോക്ലേറ്റ് വാങ്ങണം, അങ്ങനെയൊന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അടുത്ത തവണ അവർ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടുണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. റീസെൻ്റ്ലി നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക, എന്താ അവരുടെ റിയാക്ഷൻ അറിയാമല്ലോ. വാട്സപ്പിലും ഇൻസ്റ്റയിലും ഇമോജീസും സ്റ്റിക്കേഴ്സൊക്കെ മാറി മാറി ഇടുന്നതിന് പകരം ഇതൊരു വെറൈറ്റി ആയിരുന്നോട്ടെ. അപ്പോൾ അവരും നെട്ടും നിങ്ങളും നെട്ടും എല്ലാവരും നെട്ടും. അപ്പോൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.